ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ പുതിയ റോസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ചെടിയിൽ ഫംഗൽ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. 2-3 കാര്യങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ മഞ്ഞ കളർ ഇലകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നനച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ്, ചെടിച്ചട്ടിയിലെ മണ്ണ് വല്ലാതെ ഡ്രൈ ആവുകയും അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വെള്ളം കൊടുക്കുമ്പോൾ നല്ല ചൂടാണല്ലോ, ഇപ്പോൾ ആ ഒരു ഷോക്ക് തട്ടിയിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പൊഴിയാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കുക. നമ്മുടെ ചെടിക്ക് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കൊടുക്കുക. അപ്പോൾ മണ്ണ് ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പൗഡറി മിൽഡ്യൂ, അതല്ലെങ്കിൽ സ്പൈഡർ മൈറ്റ്സ് പോലുള്ള ജീവികളൊക്കെ നമ്മുടെ ചെടിയിൽ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ ചട്ടി എപ്പോഴും ക്ലീൻ ആയിട്ട് വയ്ക്കുക. ഇപ്പോൾ ഈ ഇലകൾ പൊഴിഞ്ഞതും അതുപോലെ പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ട് കിടക്കുന്നതൊക്കെ അങ്ങനത്തെ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ചട്ടി നല്ല ക്ലീൻ ആക്കി എപ്പോഴും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ അങ്ങനെ കിടന്നിട്ട് പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പിന്നെയും അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് നമ്മുടെ ചെടിക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ചെടി ക്ലീനായിട്ട് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അപ്പോൾ ഈ മണ്ണ് ക്ലീനായിട്ട് വെക്കുന്ന പോലെ തന്നെ നമ്മൾ ചെടി ക്ലീനായിട്ട് വെക്കുകയും വേണം. അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ പൂക്കൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ സോഫ്റ്റ് പ്രൂണിംഗ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂ ബ്രാഞ്ചസ് ഒക്കെ നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് വരും. അപ്പോൾ പൂ കൊഴിഞ്ഞ് തീരുന്നവരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. പൂവിൻ്റെ ഇതളുകളൊക്കെ കൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ അതിനെ അവിടെ നിർത്തേണ്ട കാര്യമില്ല. നമ്മുടെ ചെടിയുടെ അത്ര എനർജി വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെടികൾക്കിടയിൽ എപ്പോഴും നല്ല ഗ്യാപ്പ് വേണം. നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ റോസ് പ്ലാന്റ്സ് നട്ട് വയ്ക്കുമ്പോൾ അടുപ്പിച്ച് വെക്കാതിരിക്കുക. അങ്ങനെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഫംഗൽ അറ്റാക്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫംഗൽ അറ്റാക്സ് മാത്രമല്ല, നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പകരും. അപ്പോൾ കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെടിച്ചട്ടികൾ വെക്കാനായിട്ട്. വായു സഞ്ചാരം നന്നായിട്ട് വേണം 2 ചട്ടികളുടെ ഇടയ്ക്കായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഫംഗൽ അറ്റാക്സ് ഒഴിവാക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.